ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ യു എസ് എസ് ചാനൽ. സോ നമ്മൾ യു എസ് എസിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങളാണ് മുന്നിലുള്ളത്. ഫെബ്രുവരി 26-നാണ് നമ്മൾ എക്സാം വരുന്നത് അല്ലേ. സോ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് യു എസ് എസിൻ്റെ പ്രിപ്പറേഷനൊക്കെ നിങ്ങളുടെ ലാസ്റ്റ് ടൈമിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ 6th ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ടോപ്പിക്സും അതുപോലെ തന്നെ നമ്മൾ 7th ക്ലാസ്സിൽ പഠിച്ച ഫസ്റ്റ് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഈ 2 ചാപ്റ്റർ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ് സസ്യങ്ങളിലെ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ എക്സ് ആൻഡ് വൈയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ യു എസ് എസിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും കൂടി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകളും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് യു എസ് എസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന പോലെയല്ല, ഈ വർഷം എന്ന് പറയുന്നത് പാറ്റേണിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ പാറ്റേണുമായിട്ട് ഒന്ന് റിലേറ്റ് ആവാൻ നമുക്കൊരു പ്രാക്ടിക്കലി അല്ലെങ്കിൽ നമുക്കൊരു എക്സാം മുന്നേ എഴുതുന്നത് നമുക്ക് എത്രയോ ബെറ്റർ ആണ് അല്ലേ. സോ ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. സോ ചാപ്റ്ററിലേക്ക് സസ്യങ്ങളിലെ പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീപ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ് സച്ച് ആസ് ലീവ്സ്, സ്റ്റെംസ് ആൻഡ് റൂട്ട്സ് ഈസ് നോൺ ആസ്, അതായത് ഇലകൾ, തണ്ട്, വേര് എന്നിവ പോലെയുള്ള കായിക ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇലകൾ, കാണ്ഡം, അതുപോലെ തന്നെ നമ്മുടെ തണ്ട്, ഇങ്ങനെയുള്ള വേര്, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ പുതിയൊരു ചെടി ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇങ്ങനെ ജനിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് എന്തായിരിക്കും, അത് ഉണ്ടായിട്ടുള്ള ചെടിയുടെ എല്ലാ ക്യാരക്ടറും ഉണ്ടാവും. മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്യാരക്ടറും ഇന്നുണ്ടാവും, അല്ലെങ്കിൽ മാതൃ സസ്യത്തിൻ്റെ എല്ലാ ക്യാരക്ടറുകളും എന്തുണ്ടാവും, എല്ലാ കാര്യങ്ങളും എല്ലാ സവിശേഷതകളും അതിനും ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ബഡ്ഡിംഗ് എന്ന് പറയുന്നത് ഒരു കായിക പ്രജനനം തന്നെയാണ്, പക്ഷേ ഇതിനെ നമ്മൾ ഇലകൾ വെച്ച്, തണ്ട് വെച്ച്, വേര് വെച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ജസ്റ്റ് ഒരു ബഡ്, മുകുളം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. സോ അതുകൊണ്ടാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ മുകുളം ഒട്ടിക്കൽ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരില്ല. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. സോ അതിന് മുമ്പ് നമുക്ക് എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നോക്കാം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് ഒരു ചെടി മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഉദാഹരണമാണ്. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് സീഡ്സ്, വിത്തുകൾ ഉണ്ടാവുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാരണമാണ്, അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം കാരണമാണ്. അതുപോലെ തന്നെ സീഡ്ലിംഗ് ആർ ജെർമിനേറ്റഡ് ഫ്രം ദ സീഡ്സ് ടു, അതായത് ഓരോ വിത്ത് മുളച്ചിട്ടും ഓരോ ചെടികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ അതിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പ്രൊപ്പഗേഷൻ ബൈ ലീഫ് ബഡ്സ് ഈസ് കോമൺലി ഒബ്സർവ്ഡ് ഇൻ വിച്ച് പ്ലാന്റ്? ഇലമുകുളങ്ങൾ വഴി പ്രചരിക്കൽ സാധാരണമായി കാണപ്പെടുന്ന സസ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോസ്, പൊട്ടാറ്റോ, ബ്രയോഫിലം, ഓണിയൻ, അതായത് റോസ്, ഉരുളക്കിഴങ്ങ്, ഇലമുളച്ചി, ഉള്ളി, ഇതിലേതാണ് ലീഫ് ബഡ്സ് അല്ലെങ്കിൽ ഇലമുകുളങ്ങളിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചെടിയുടെ ഒരു പിക്ചർ നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ചെടീനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്രയോഫിലം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് കേട്ടോ. ബ്രയോഫിലം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കാറുള്ളത്. മലയാളത്തിൽ ഇതിനെ ഇലമുളച്ചി എന്ന് വിളിക്കും. ഓരോ ഇലയുടെ ഭാഗത്തിൽ നിന്നും പുതിയ പുതിയ ചെടികൾ ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഒരു ചെടിയുടെ ഇലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. ഇതിനെ നമ്മൾക്കൊരു കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ബ്രയോഫിലം അല്ലെങ്കിൽ ഇലമുളച്ചി എന്ന് പറയുന്ന ചെടിയിലാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഇലമുകുളങ്ങൾ അല്ലെങ്കിൽ ലീഫ് ബഡ്സ് ത്രൂ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആർ ഇൻവോൾവ് ഇൻ എ സെക്ഷൽ റീപ്രൊഡക്ഷൻ? സസ്യങ്ങളുടെ
ലൈംഗിക പ്രത്യുൽപാദനത്തിന് പങ്കാളികളാകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈംഗികമായിട്ട് പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ചെടികളിൽ ഈ ഒരു കാര്യങ്ങളാണ് വേണ്ടത്. ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വേര്, തണ്ട്, ഇലകൾ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ കായിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഒക്കെ ആണ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് വിളിക്കുക. റൈറ്റ്. സോ അതൊരിക്കലും എന്തില്ല അവിടെ ആൻസർ ആയിട്ട് വരില്ല. സോ ഓപ്ഷൻ എ എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഇനി പൂവ് അല്ലെങ്കിൽ ഫ്ലവർ, ഫ്രൂട്ട് അല്ലെങ്കിൽ പഴം, സീഡ്, വിത്ത് ഇതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്താണ്? കായിക പ്രജനനോ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണോ? അല്ല. സോ അതെന്താണ്? അത് നമ്മൾ വിളിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് വിളിക്കുക. സോ അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? 2 ചെടികൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പൂവ്, പഴം, വിത്ത് ഇതൊക്കെ എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന ചെടികളിൽ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ഭാഗങ്ങളാണ്. ഓക്കെ. ഇനി ലീഫ്, ഫ്ലവർ ആൻഡ് സ്റ്റെം, ഇല, പൂവ്, തണ്ട് ഇതൊക്കെ എന്താണ്? ഇതിൽ ഇല, പൂവ്, തണ്ട്, പൂവ് എന്താണ്? ഇതിൽ ലൈംഗിക പ്രത്യുൽപാദനമാണ്. അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല? ഈ ഒരു ഓപ്ഷൻ റൈറ്റ് ആയിട്ട് വരില്ല. ഇനി സീഡ്, റൂട്ട് ആൻഡ് ഫ്രൂട്ട്, അതായത് വിത്ത്, വേര്, പഴം, ഇതിൽ വേര് എന്താണ്? വേര് അലൈംഗിക ഭാഗമാണ് അല്ലേ? ലൈംഗികമായിട്ട് പ്രത്യുൽപാദനം നടത്തുന്ന ഭാഗമല്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതും എന്താണ്? റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ്. അതായത് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് എന്ത്? അതായത് പരാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് അല്ലേ? എന്ത് നമ്മൾ പരാഗി എന്ന് വിളിക്കുന്നത്. സോ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ എവിടേക്ക് എത്തും? പോളൻ ഗ്രെയിൻസ്, പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഒരു ഫ്ലവറിൽ നിന്ന് മെയിലായിട്ടുള്ള പാർട്ടിൽ നിന്ന് ഫീമെയിൽ ആയിട്ടുള്ള പരാഗണ സ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നതിനെ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിട്ട് അതിനെയാണ് നമ്മൾ പരാഗണം എന്ന് വിളിക്കുക അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് വിളിക്കുക. സോ പോളിനേഷൻ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പൂവിൽ നിന്ന് ഇതാണ് എന്താ നമ്മുടെ പരാഗി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ആന്തർ എന്ന് വിളിക്കും. ഈ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? പോളൻ ഗ്രെയിൻസ് ഇവിടെയുള്ള സ്റ്റിഗ്മയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫീമെയിൽ പാർട്ടിയിലേക്കോ പോകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പരാഗണ സ്ഥലത്ത് എത്തുന്നതിനാണ് നമ്മൾ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് വിളിക്കുക. സോ ഈസിലി നമുക്ക് എന്ത് പറയാൻ പറ്റും? പോളിനേഷൻ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതിൻ്റെ ഒരു പിക്ചറാണ് എന്താ ഇവിടെ കൊടുത്തുള്ളത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ? പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൺ പ്രത്യുൽപാദന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം അല്ലെങ്കിൽ കേസരപുടം എന്ന് വിളിക്കും. ഓക്കെ, കേസരപുടം അല്ലെങ്കിൽ കേസരം, സ്റ്റേമൻ എന്നൊക്കെ വിളിക്കുന്ന ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. സോ ആൺ പ്രത്യുൽപാദന ഭാഗം ഏതാണ്? പെൺ പ്രത്യുൽപാദന ഭാഗം ഏതാണെന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. പെൺ പ്രത്യുൽപാദന ഭാഗത്തിനെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് എന്താ പിസ്റ്റിൽ അല്ലെങ്കിൽ ജനിപുടം എന്ന് വിളിക്കുന്നത്. കേസരപുടം എന്ന് വിളിക്കുന്നത് എന്താണ്? ആൺ പ്രത്യുൽപാദന ഭാഗമാണ് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫീമെയിലിൽ കാണുന്ന 2 പാർട്ടുകളാണ് സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലം എന്ന് പറയുന്നത്, ഓവറി, അണ്ടാശയം എന്ന് പറയുന്നതും ഫീമെയിലിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 3 ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഭാഗങ്ങളാണ്. സി മാത്രമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ ആൺ പ്രത്യുൽപാദന ഭാഗമായിട്ട് വരുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഇനി അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്കൊരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം മൊത്തം എന്താണ്? ഇതിനാണ് പിസ്റ്റൽ അല്ലെങ്കിൽ ജനിപുടം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, അതായത് തന്തുകവും അതുപോലെ തന്നെ നമ്മുടെ പരാഗിയും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റേമൻ അല്ലെങ്കിൽ കേസരപുടം എന്ന് വിളിക്കുന്നത്. അതായത് ഫിലമെന്റ് ആൻഡ് ആന്തർ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? അതിനെയാണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. സോ ഒരു അണ്ടാശയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു കേസരപുടത്തിൻ്റെ ഭാഗമാണ് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റേമൻ അതുപോലെ തന്നെ നമ്മളുടെ ഓവറിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ ഒരു സ്ട്രക്ചറാണ് എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പിക്ചേഴ്സ് എന്ത് ചെയ്യുക നോക്കുക. സോ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. പ്ലാൻ ഇൻ വിച്ച് പോളിനേഷൻ ടേക്ക് പ്ലേസ് ബൈ ദ ഏജൻസി ഓഫ് റെയിൻ വാട്ടർ, അതായത് മഴവെള്ളം വഴി പരാഗണം നടത്തുന്ന സസ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മഴ കാരണമായിട്ട് അതിൽ പരാഗണം നടക്കുന്നത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. നെല്ലിലാണോ അല്ലെങ്കിൽ റൈസിലാണോ ജാക്ക് ട്രീ അല്ലെങ്കിൽ പ്ലാവിലാണോ
പെപ്പർ, കുരുമുളകിലാണോ, എക്ലിപ്റ്റ അല്ലെങ്കിൽ എരിക്കിലാണോ എന്നാണ് ചോദിക്കുന്നത്. സോ എരിക്കാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കുരുമുളകിലൊക്കെ ഇൻസെക്റ്റുകളാണ്, അതായത് പ്രാണികളാണ് എന്ത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ജീവികളാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ നടത്തി കൊടുക്കുന്നത്. ജാക്ക് ഫ്രൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ നെല്ലിലാണെങ്കിൽ കാറ്റാണ്, അത് വിൻഡാണ്, വിൻഡ് പോളിനേഷൻ ആണ് ഇവിടെ നടക്കുക. സോ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏത് വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടൈമിലൊന്ന് പോസ് ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? കാര്യം നമ്മൾ ലാസ്റ്റ് ടൈമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം. ഏത് വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് ആ ടൈം സ്റ്റാമ്പ് നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻ സി ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഡി ആണെന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്താൽ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ഓഫ് എ ഫ്ലവർ ഡെവലപ്സ് ഇൻടു എ, ബീജസങ്കലനത്തിന് ശേഷം പൂവിൻ്റെ അണ്ടാശയം എന്തായിട്ടാണ് മാറുന്നതെന്നാണ് ചോദിക്കുന്നത്. പൂവിൻ്റെ അണ്ടാശയം എന്തായിട്ടാണ് മാറുന്നത്? പൂവിൻ്റെ അണ്ടാശയം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, അല്ലെങ്കിൽ പെൺ പ്രത്യുൽപാദന അല്ലെങ്കിൽ ഭാഗമാണ്. സോ ആ ഒരു ഭാഗത്തിൽ എന്താണ് നടക്കുന്നത്, എന്തായിട്ടാണ് പിന്നീട് അത് അല്ലെങ്കിൽ നമ്മളെ പരാഗണത്തിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബീജസങ്കലനത്തിന് ശേഷം എന്ത് നടക്കുന്നു, ബീജസങ്കലനത്തിന് ശേഷം അത് പഴമായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ട് മാറുന്ന പാർട്ടാണ് ഓവറി അല്ലെങ്കിൽ അണ്ടാശയം എന്ന് പറയുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് എന്താ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പറയുന്നത് സീഡ് ജെർമിനേറ്റ് ദ ഡാഷ് കംസ് ഔട്ട് ഫസ്റ്റ്, അതായത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിക്ചർ നോക്കാം. ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് അതിൽ ഒരു വെള്ള നാര് പോലെയുള്ള ഒരു ഭാഗമാണ് വിത്ത് മുളയ്ക്കുമ്പം ആദ്യമായിട്ട് താഴേക്ക് അത് വരുന്നത്. ആ പാർട്ടിനെയാണ് നമ്മൾ റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. ഈ പാർട്ടാണ് പിന്നീട് വേരായിട്ട് മാറുന്നത് അല്ലെങ്കിൽ റൂട്ടായിട്ട് പിന്നീട് മാറുന്നത് ഈ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ മുകളിലേക്കാണ് പിന്നീട് എന്ത് ചെയ്യും, റൂട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രക്ചർ വരും. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലിമ്യൂൾ എന്നാണ് വിളിക്കുക. ആ പ്ലിമ്യൂൾ എന്ന് പറഞ്ഞാൽ പിന്നീടാണ്, ആ പ്ലിമ്യൂൾ എന്ന് പറയുന്ന പാർട്ടാണ് എന്ത് ചെയ്യുക, പിന്നീട് കാണ്ഡമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ സ്റ്റെമ്മായിട്ട് മാറുന്നത് പിന്നീട് ആ പാർട്ടാണ്, അല്ലെങ്കിൽ തണ്ടായിട്ട് മാറുന്നത് ആ ഒരു പ്ലിമ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഏത് പാർട്ടാണ് ആദ്യം ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ വിത്ത് മുളയ്ക്കുമ്പം ആദ്യമായിട്ടുണ്ടാകുന്ന പാർട്ട് ഏതാണ്, അത് ഏതാണ്, റാഡിക്കിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ബീജമൂലം എന്ന് വിളിക്കുന്ന ഭാഗമാണ് കേട്ടോ. ബീജമൂലം എന്ന് വിളിക്കുന്ന ഭാഗമാണ്, റാഡിക്കിളാണ്. സോ റാഡിക്കിൾ തന്നെയാണ് നമ്മൾ കോമൺലി വിളിക്കാറുള്ളത്. ഇതിൻ്റെ കറക്റ്റായുള്ള പ്രോപ്പർ ട്രാൻസ്ലേഷൻ ആണ് എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ റാഡിക്കിൾ തന്നെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തേക്കുക. സോ ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. സോ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചുള്ളത് വിച്ച് വൺ ഓഫ് ദം ഈസ് എ വൺ സീഡഡ് ഫ്രൂട്ട്, അതായത് താഴെ പറയുന്നവയിൽ ഒറ്റ വിത്തുള്ള ഫലത്തിന് ഉദാഹരണം ഏതാണെന്ന്. അതിൻ്റെ പഴത്തിനകത്ത് ഒറ്റ വിത്തേ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട് ഏതാണ് ഇതിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത്. ബ്രിഞ്ചൽ വഴുതനയാണോ, ടൊമാറ്റോ തക്കാളിയാണോ, മാങ്ങയാണോ, അതോ ലേഡീസ് ഫിംഗർ വെണ്ടയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വഴുതന, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ വെണ്ട, ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ വിത്ത് അല്ലെങ്കിൽ ഒറ്റ സീഡ് ഉള്ളത് ഇതാ, ഒറ്റ വിത്തുള്ളത് മാംഗോയിൽ മാത്രമാണ്, മാങ്ങയിൽ മാത്രമാണ് അല്ലേ ഒറ്റ വിത്തുള്ളത്. ഒറ്റ സീഡ്, സിംഗിൾ സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് മാംഗോ ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താനുള്ള കുറച്ച് വഴികൾ എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞുതരാം. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ പോളിനേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഐസൊലേറ്റഡ്, അതായത് പരാഗകാരികൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരാഗകാരികൾ അല്ലെങ്കിൽ പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പരാഗണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് പോളിനേറ്റേഴ്സ് എന്ന് വിളിക്കുക. ചിലപ്പോൾ കാറ്റായിരിക്കും, ചിലപ്പോൾ ജീവികളായിരിക്കും, ചിലപ്പോൾ പ്രാണികളായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും അത് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പരാഗകാരികൾ നമുക്ക് നോക്കാം. അപ്പോൾ പാഡിയുടെ കേസ് നോക്കുകയാണെങ്കിൽ പാഡിയുടെ വിൻഡാണ് എന്ത് ചെയ്യുന്നത്, പോളിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, കാറ്റാണ് പോളിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വീറ്റിലും എന്താണ്, വിൻഡാണ്.
കാറ്റാണ് അവരുടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കോക്കനട്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും കോക്കനട്ടിൻ്റെ കേസിലും ചില സമയത്ത് നമുക്ക് പ്രാണികളെ കാണാൻ പറ്റുമെങ്കിലും പക്ഷേ പല സമയങ്ങളിലും അത് കാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് കാറ്റിൻ്റെ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോക്കനട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, പ്രാണികളും ചെയ്യുന്നുണ്ട് പക്ഷെ വിൻഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 ആളുകളും എന്താണ്, വിൻഡ് പ്രകാരമാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി ആൻസർ പറയാൻ പറ്റും ഏതായിരിക്കും ഇവിടെ കറക്റ്റായിട്ട്. ഇവിടെ ഐ തിങ്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ജിഞ്ചർ അല്ല കേട്ടോ, ജിഞ്ചർ അല്ല, ഇവിടെ ചെമ്പരത്തി ഹിബിസ്കസ് ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഹിബിസ്കസിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം. ഹിബിസ്കസ് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കാണാൻ പറ്റുക. സോ ഡെഫിനറ്റ്ലി അവിടെ ആരായിരിക്കും ചെയ്യുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ഡൗൺ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USS അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നൽകുന്നത് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ താഴെ നമ്മൾ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്ന ബോക്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കാണാൻ പറ്റും. അത് നിങ്ങൾ നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അതിലേക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ അവൈലബിൾ ആവും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ അതിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്തിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.